ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നൊരു സാഹചര്യം, അതിൽ വലിയ ചർച്ചകൾ നടക്കുന്നു. സർക്കാർ എടുക്കാൻ പോകുന്ന സ്റ്റെപ്സിനെ കുറിച്ചൊക്കെയുള്ള വിവരങ്ങൾ വരുന്നു. മലയാള സിനിമാ സംഘടനകളുടെ മൗനം തുടരുന്നു. ഇതൊക്കെ നമ്മൾ പരിശോധിച്ച് ഈ രാവിലെ മുന്നോട്ട് പോകുമ്പോൾ തന്നെ ഞാനൊരു കാര്യം പറഞ്ഞു. 8 മണിക്ക് ഇപ്പോൾ തിരക്കഥാകൃത്തും ഒക്കെ ആയിട്ടുള്ള ശ്രീമതി ദീദി ദാമോദരൻ നമ്മൾക്കൊപ്പം ചേരും എന്നുകൂടി ഞാൻ പറഞ്ഞിരുന്നു. ഗുഡ് മോർണിംഗ് ദീദി. ഗുഡ് മോർണിംഗ്. ശരത്താണ്. ഗുഡ് മോർണിംഗ്. ഇന്നലെ അന്വേഷിച്ചപ്പോൾ ബാംഗ്ലൂരാണെന്ന് പറഞ്ഞു. അവിടെ തന്നെയാണോ? ബാംഗ്ലൂരാണ്. ഇന്നലെ വലിയ തിരക്കല്ലായിരുന്നോ? ഒരു അല്പസമയം സംസാരിക്കാൻ നോക്കിയിട്ട് തിരക്കോട് തിരക്ക്. എന്നാൽ പിന്നെ രാവിലെ ആവട്ടെ എന്ന് വിചാരിച്ചു. അതാ രാവിലെ ഒന്ന് സംസാരിക്കാമെന്ന് വിചാരിച്ച് ഇന്നലെ പറഞ്ഞു വെച്ചത്. ഇന്നലെ ഈ റിപ്പോർട്ട് പുറത്തു വന്നതിനെ തുടർന്നുള്ള പെട്ടെന്നുള്ള ചർച്ചകളിലൊക്കെ വളരെ സജീവമായി അല്ലെങ്കിൽ വന്ന വിവരങ്ങളൊക്കെ മനസ്സിലായി. ഇന്നിപ്പോൾ മണിക്കൂറുകൾ കഴിഞ്ഞു, കുറച്ചുകൂടെ ശാന്തമായി എങ്ങനെയാണ് ഈ റിപ്പോർട്ടിൽ പറയുന്ന ഓരോ കാര്യത്തെയും അസസ് ചെയ്യുന്നത്? കാരണം അന്ന് WCC രൂപീകൃതമാകുന്നു, വന്ന വിവരങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഹേമ കമ്മിറ്റി വരുന്നു, ആ കമ്മിറ്റിക്ക് മുമ്പാകെ പോകുന്നു. പക്ഷേ അവിടെ നിന്ന് നിങ്ങളൊക്കെ മനസ്സിലാക്കിയതിനും അല്ലെങ്കിൽ കണക്കുകൂട്ടിയതിനും അപ്പുറത്തേക്ക് കമ്മിറ്റിയുടെ വെളിപ്പെടുത്തലുകളുണ്ടോ, നിഗമനങ്ങളുണ്ടോ? എന്താണ് മനസ്സിലാക്കുന്നത് ദീദി? അല്ല, നമ്മള് എല്ലാം അതിനകത്ത് റിഡാക്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞപ്പോ ഇതൊരു മ്യൂട്ടിലേറ്റഡ് ആയിട്ടുള്ള ഫോമിലായിരിക്കുമോ ഇത് പുറത്തു വരിക, അതുകൊണ്ട് ഒരു കാര്യം ഇല്ലാതാവുമോ എന്നൊക്കെയുള്ള അങ്കലാപ്പൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും അത് വളരെ പ്രധാനമാണ്. കാരണം ഇതിന് പ്രീസിഡൻസ് ഇല്ല. ആദ്യമായിട്ടാണ് ഇങ്ങനൊരു കാര്യം ഉണ്ടാവുന്നത് എന്നൊക്കെ പറയുന്നതിന്റെ ഒരു ചരിതാർത്ഥ്യം ഉണ്ടെങ്കിലും ഈ റിപ്പോർട്ട് എങ്ങനെയായിരിക്കും എന്നുള്ളത് കുറച്ച് വേവലാതി ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നലെ അത് വായിച്ചു, 1 റൗണ്ട് വായിച്ചു. ഇനിയിപ്പോ ഇരുന്ന് നമ്മളെല്ലാവരും WCC മെമ്പേഴ്സ് ഒക്കെ തീരുമാനിച്ചത് നമ്മളെല്ലാവരും അതിനെപ്പറ്റി നോട്ട് എടുത്തിട്ട് അത് കൃത്യമായിട്ട് അനലൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരു മീറ്റിംഗ് കൂടാം. എന്നിട്ട് അതിലെ ലാബ്സസ് എവിടേക്കാണ്, ചില സ്ഥലത്ത് കാരണം ആ ടേംസ് ഓഫ് റെഫറൻസ് വെച്ചിട്ട് വേണമല്ലോ നമ്മൾ അത് മുഴുവൻ ബൈൻഡിങ് ആയോ എന്നൊക്കെ നോക്കിയിട്ട് വേണമല്ലോ നമ്മൾ ഇതിന് വിലയിരുത്താൻ. അപ്പോ അറ്റ് ദ ഔട്ട്സെറ്റ് നമുക്ക് എല്ലാവരും വളരെ തൃപ്തികരമായിട്ടാണ് തോന്നിയത്. പക്ഷെ ഇനിയിപ്പോ ഇരുന്ന് ഒന്ന് വിശകലനമൊക്കെ ചെയ്ത് ചില ഭാഗങ്ങൾ അഥവാ വിട്ടുപോയിട്ടൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മൾ അതിന് നോക്കാം എന്നൊക്കെയാണ് വിചാരിക്കുന്നത്. കാരണം സെക്യൂരിറ്റി ഓഫ് വിമൻ ഇൻ വർക്ക് പ്ലേസ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണെങ്കിലും അതേപോലത്തെ പ്രാധാന്യമുള്ളത് തന്നെയാണ് എന്ത് കണ്ടന്റാണ് പ്രസിപ്പിറ്റേറ്റ് ചെയ്യുന്നത്, എന്തുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ സ്ത്രീവിരുദ്ധമായിട്ടുള്ള കണ്ടന്റുകളൊക്കെ പോവാമെന്ന് വിചാരിക്കുന്നത്. പിന്നെ റെമ്യൂണറേഷനെ പറ്റിയൊക്കെ ഭയങ്കരമായിട്ടുള്ള തെറ്റിദ്ധാരണകളുണ്ട്. പിന്നെ ഈ IC എന്ന് പറയുന്നതിനെ പറ്റി മാത്രം ആൾക്കാർ കൺസേൺഡ് ആയിരിക്കും. റിപ്പോർട്ടിൽ കൃത്യമായിട്ട് IC അതിന്റെ പരാതി പറഞ്ഞവര് വീണ്ടും കൂടുതൽ ഭീഷണികൾ നേരിടേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാവുകയോ ഒക്കെ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത് പോഷ് ആക്ടാണ്. എങ്ങനെ അത് പ്രിവെന്റ് ചെയ്യും എന്നുള്ള എന്താണ് അതിന് വേണ്ട നടപടികൾ എടുക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അത് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് എക്സ്പേർട്ടുകളെ വെച്ച് പല റൗണ്ട് ഡിസ്കഷൻ കഴിഞ്ഞാണ് ഇനിയും അത് ചെയ്യാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. പിന്നെ ഏറ്റവും സപ്പോർട്ടീവായിട്ട് നമ്മൾ പറയുന്നത് മനസ്സിലാക്കിയും കൂടെ നിൽക്കുകയും അതിന്റെ സ്പിരിറ്റ് കൃത്യമായിട്ട് ഉൾക്കൊള്ളുകയൊക്കെ ചെയ്തിട്ടുള്ളത് വനിതാ കമ്മീഷനാണ്. എല്ലാ ഫെമിനിസ്റ്റ് സംഘടനകളും ഉണ്ട്, എപ്പോഴും കൂടെ വന്നിട്ടില്ല, സാധാരണ മനുഷ്യർ കൂടെ വന്നിട്ടുണ്ട്. മീഡിയ പിന്നെ പറയേണ്ട കാര്യമില്ല. പിന്നെ പ്രോ ബോണോമായിട്ട് ഇതിന്റെ കൂടെ കേസ് വാദിക്കാൻ തയ്യാറായിട്ടുള്ള ലോയേഴ്സ് ഉണ്ട്. പക്ഷെ അതിന്റെയൊക്കെ മേലെ ഉള്ളത് ഒരു ഇതിന് മുന്നേ ഇത് നയിച്ച ഒരു പരാതിയുമായിട്ട് മുന്നോട്ട് വന്ന ഒരു പെൺകുട്ടിയാണ്. അവിടെ നിന്നിട്ടാണ് അത് തുടങ്ങുന്നത്. ഇപ്പോഴും നിങ്ങൾക്കറിയാം, പരാതിക്കാരില്ല എന്ന് പറഞ്ഞ സ്ഥലത്താണ് മുഖം കവർ ചെയ്യാൻ പറ്റാത്തതാണ്. ഇരയാക്കപ്പെടുന്ന സ്ത്രീകളുടെ ഒക്കെ മുഖം കവർ ചെയ്യണമെന്ന് പറയുമ്പോൾ നമ്മൾ അതിനെ തിരുത്തിക്കൊണ്ട് ഒരു സ്ത്രീ മുന്നോട്ട് വരികയാണ്. ഇരയല്ല, സർവൈവർ എന്ന് പറയാണ്. പിന്നെ അവരുടെ മുഖം മറയ്ക്കാനും പറ്റില്ല, ബ്ലർ ചെയ്യാനും പറ്റില്ല. ഐഡന്റിറ്റി അത്രയും ഓപ്പൺ ആണ്. അതാണ് എന്റെ നാന്ദി കുറിക്കൽ എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള ഒരു ആക്ടിനും ഈ ചരിത്രപ്രധാനമായിട്ടുള്ള ഇങ്ങനെ ഒരു മുന്നേറ്റത്തിനും ഒക്കെ നമ്മളെല്ലാവരും അവരോട് കടപ്പെട്ടിരിക്കേണ്ടതുമാണ്. സ്ത്രീകൾ പ്രത്യേകിച്ചും കടപ്പെട്ടിരിക്കേണ്ടതുമാണ്.